ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം പലപ്പോഴും കേൾക്കാറുണ്ട്. ഞങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന് പറയാറുമുണ്ട്. പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാകുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാണ്. ഇവിടുത്തെ ആളുകളുടെ മനസ്സിലും നിങ്ങൾ തന്നെ കണ്ടു, ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സാർ എന്തിയെ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ഓരോ ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ഉള്ളതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ നാടിൻ്റെ മനസ്സിൽ അദ്ദേഹം മരിക്കുന്നില്ല. ഇവിടുത്തെ ഓരോ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ആദ്യം പറയുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരും, അത് ഏത് രാഷ്ട്രീയക്കാരും ആണെങ്കിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ് അവരെന്നോട് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യം. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ഈ ദൈവവചനം കൊത്തിവെച്ച പുതുപ്പള്ളി പള്ളിയിലെ കല്ലറക്കരികിലേക്ക് ഇപ്പോഴും അണമുറിയാത്ത പ്രവാഹമുണ്ട്. എന്തിനിറങ്ങി പുറപ്പെടും മുൻപും കോൺഗ്രസ് നേതാക്കളെല്ലാം ഉമ്മൻചാണ്ടിയെ കണ്ട് അനുമതി വാങ്ങും. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് 2023 ജൂലൈ 18 4:30 തുടങ്ങിയ കണ്ണീരാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മതഭേദമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ അന്ന് മലയാളിയുടെ കണ്ണു നിറഞ്ഞു. അന്ന് തിരുവനന്തപുരത്ത് ഒരു മനുഷ്യപ്പുഴയ്ക്ക് നടുവിലൂടെ ഉമ്മൻചാണ്ടി ഒഴുകി. ആ യാത്ര കൊല്ലത്തേക്കും പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും പ്രവേശിക്കുമ്പോൾ ഒഴുകിക്കൂടിയ പുഴകളെല്ലാം ചേർന്ന് ഒരു മനുഷ്യ മഹാസാഗരമായി. അറബിക്കടലിന് നടുവിലൂടെ പായ്ക്കപ്പൽ പോകും പോലെ ഉമ്മൻചാണ്ടിയെയും വഹിച്ച് പതിയെ പതിയെ ഒരു KSRTC ബസ്. കരുതലിൽ കളങ്കമില്ലാത്തൊരാൾ. അതുകൊണ്ടാണ് പ്രവർത്തകർ ഒരേ സ്വരത്തിലേറ്റ് വിളിച്ചത്. അതങ്ങനെ കേട്ടുപരിചയമില്ലാത്തൊരു മുദ്രാവാക്യം. ഉമ്മ ഉമ്മ 1000 ഉമ്മ, ഉമ്മൻചാണ്ടിക്ക് 1000 ഉമ്മ. ആളുകൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുക എന്ന നാട് നോക്കി നിന്നു. ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് വരും തലമുറ ചോദിച്ചാൽ കാട്ടിക്കൊടുക്കാൻ ആ ദൃശ്യങ്ങൾ മതിയാകും. അക്കണ്ട ജനക്കൂട്ടമായിരുന്നു ഉമ്മൻചാണ്ടി. ജനക്കൂട്ടത്തിന്റെ പര്യായമായിരുന്നു ഉമ്മൻചാണ്ടി. ഇപ്പോഴും ഉമ്മൻചാണ്ടി തിരക്കിലായിരിക്കാനാണ് സാധ്യത. സ്വർഗകവാടത്തിന് മുന്നിൽ ഒരു ജനാലക്കരികിൽ ഇസ്തിരിയിടാത്ത ചുളുങ്ങിക്കൂടിയ ഒരു ബനിയനുമിട്ട് ആരുടെയൊക്കെയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ടാകും. ഫയലുകളിൽ ഒപ്പിടുന്ന തിരക്ക്. അതല്ലാതെ മറ്റൊരു കാര്യവും ഏതു സ്വർഗത്തിലാണെങ്കിലും മലയാളിയുടെ കുഞ്ഞുഞ്ഞിന്, പുതുപ്പള്ളിക്കാരുടെ കുഞ്ചായന് വഴങ്ങാനിടയില്ല. ജനങ്ങളോടൊപ്പമാകുമ്പോൾ, അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അതെല്ലാം മറക്കും. ഞാൻ എന്നും പറയാറുള്ള ഒരു ഇതുണ്ട്, ഞാൻ ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. അമൽ തേനമർവിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.